അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഏറെ ഗൗരവമേറിയ ഒരു വിഷയം എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇൻഷാ അള്ളാഹ് ഈ ഒരു ദർസിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കൾ, അവരെ എപ്രകാരം സ്വാലിഹീങ്ങളായി നല്ല മക്കളാക്കി നമുക്ക് വളർത്താൻ സാധിക്കും, അതിനുള്ള മാർഗങ്ങൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു തഹ്രീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് അതൊരു കൽപ്പന തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഇണകളെ നരകത്തെ തൊട്ട് നിങ്ങൾ സംരക്ഷിക്കണം. അപ്പോൾ നമ്മുടെ മക്കൾ നരകത്തിൽ പോവാതെ, നാം നരകത്തിൽ പോവാൻ ആഗ്രഹിക്കാത്തതുപോലെ തന്നെ, അതുകൊണ്ടാണ് ആദ്യം നമ്മുടെ നഫ്സിനെ മുന്തിപ്പിച്ചത്. ഖൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കണം. അപ്പോൾ നാം നരകത്തെ എപ്രകാരം ഭയപ്പെടുന്നു, എത്രമാത്രം ഭയപ്പെടുന്നു, അതേപോലെ നമ്മുടെ മക്കളും നരകത്തിൽ പോവാതിരിക്കാനുള്ള ശ്രദ്ധ നമുക്ക് വേണം. അഹ്ലീക്കും, അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെയും നാറൻ, നരകത്തിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കണം. കാരണം വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തിലെ ഇന്ധനമെന്ന് പറയുന്നത് മനുഷ്യനും കല്ലുമാണ്. മനുഷ്യരെ കൊണ്ടും കല്ലുകൊണ്ടുമാണ് നരകം കത്തിക്കപ്പെടുന്നത്. മാത്രമല്ല, അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅമറൂൻ, പരുക്കൻ സ്വഭാവമുള്ള, അള്ളാഹു കൽപ്പിച്ചത് മാത്രം പ്രവർത്തിക്കുന്ന മലക്കുകൾ അതിന് കാവൽക്കാരാണ്. എന്ന് പറഞ്ഞാൽ പരുക്കൻ സ്വഭാവം എന്നതുകൊണ്ട് അവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് ഒരു കാരുണ്യവും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അള്ളാഹുവിൻ്റെ ഓർഡർ അനുസരിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിലക്കും അവരെ സ്വാധീനിക്കാനോ അവരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കാത്ത വിധം അത്രയും ഭയാനകരമാണ് നരകത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം. അപ്പോൾ ഇതൊരു വളരെ വലിയ ഒരു മസ്ഊലിയത്താണ്, വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായി വളരാൻ, നല്ലവരായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില വഴികൾ, ചില മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മാർഗങ്ങളെ സത്യസന്ധമായി നമ്മൾ സമീപിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി വളർത്താൻ സാധിക്കും. അതിലേതാനും ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തത് അദ്ദുആ, ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ്, മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥന. അതിൽ ഇൽഹാ വേണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ അവരുടെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി മാതാപിതാക്കളോട് വാശി പിടിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ മക്കൾ നന്നായി തീരാൻ വേണ്ടി അള്ളാഹുവിനോട് വാശി പിടിച്ച് പ്രാർത്ഥിക്കണം. ഇത് കിട്ടിയേ അടങ്ങൂ എന്നുള്ള നിലക്ക് ദുആ ചെയ്യുക. അത് സന്താനങ്ങൾ ഉണ്ടായതിന് ശേഷം മാത്രമല്ല, സന്താനങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ. നിങ്ങൾ നോക്കൂ, മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താണ്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ, അള്ളാഹുവേ നീ എനിക്ക് നല്ല ഒരു സന്താനത്തെ. പലപ്പോഴും ആളുകൾ മക്കളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും, പക്ഷെ അതിൻ്റെ കൂടെ സ്വാലിഹീങ്ങളെന്ന് ചേർക്കാൻ പലരും മറന്നുപോകുന്നു. കുട്ടികളെ കിട്ടിയാൽ മതി, കാരണം കുട്ടികളില്ലെങ്കിൽ മോശമല്ലേ, ആളുകൾ എന്ത് കരുതും, ഇങ്ങനെയൊക്കെയാണ്. അല്ല, ദുർരിയതൻ ത്വയ്യിബതൻ, നല്ല മക്കളെ തരണമേ. ഇന്നക സമീഉദ് ദുആ, നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അള്ളാഹുവേ നീ എനിക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മകനെ തരണമേ.
വെറും മകനെ തരണമേ എന്നല്ല, സ്വാലിഹീങ്ങളായ നല്ലവരായ മക്കളെ നൽകണമേ. സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയായി സൂറത്തുൽ ഫുർഖാനിൽ കാണാം, വല്ലദീന യഖൂലൂന, സത്യവിശ്വാസികളുടെ ദുആ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുകയും മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ ഇമാമാക്കി തീർക്കുകയും ചെയ്യണമേ. സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തിൽ കാണാം, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുവാൻ നീ എന്നെ പ്രേരിപ്പിക്കണം. വ അൻ അഅമല സ്വാലിഹൻ തർദാഹ്, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും. വ അസ്ലിഹ് ലീ ഫീ ദുർരിയതി, അല്ലാഹുവേ, എൻ്റെ മക്കളെ നീ എനിക്ക് നന്നാക്കി തരണമേ. നോക്കൂ നിങ്ങൾ, വ അസ്ലിഹ് ലീ ഫീ ദുർരിയതി, പടച്ച റബ്ബേ, എൻ്റെ മക്കളെ നീ എനിക്ക് നന്നാക്കി തരണമേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു, വ ജുനുബ്നി വ ബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ തടയണമേ റബ്ബേ. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. റബ്ബനാ വ തഖബ്ബൽ ദുആ, അല്ലാഹുവേ, നീ ദുആ സ്വീകരിക്കണമേ. നോക്കൂ നിങ്ങൾ, അമ്പിയാക്കളുടെ പ്രാർത്ഥനകളിലെല്ലാം തന്നെ, അതേപോലെ തന്നെ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനകളിൽ അള്ളാഹു പ്രത്യേകം ഉൾപ്പെടുത്തിയത് മക്കളുടെ സ്വലാഹിയത്തിനു വേണ്ടി, നമ്മുടെ മക്കൾ നന്നായി തീരാൻ വേണ്ടി നിരന്തരമായ പ്രാർത്ഥനകൾ നമ്മുടെ നമസ്കാരങ്ങളിൽ, നമ്മുടെ സുജൂദിൽ, നമ്മുടെ തശഹുദിൽ, ഖിയാമുൽ ലൈൽ നമസ്കാരങ്ങളുടെ സന്ദർഭങ്ങളിൽ, രാത്രി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്ന് ദഅവത്തുൽ വാലിദി ലിവലദിഹി. ഒരു വാലിദ്, ഒരു വാപ്പ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആ അള്ളാഹു സ്വീകരിക്കുന്ന ദുആയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആളുകൾ പലപ്പോഴും മക്കൾക്കെതിരിലാണ് ദുആ ചെയ്യുന്നത്. നീ നന്നാവുകയില്ല, അത് ശാപവാക്കാണ്, അതൊരു പ്രാർത്ഥനയുണ്ട് അതിൽ. നീ നന്നാവുകയില്ല, നീ ഗുരുത്തം കെട്ടവനാണ്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ് എന്നിങ്ങനെ ദേഷ്യം പിടിച്ച് മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്നു. അതിൻ്റെ അനന്തരഫലങ്ങളാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ കാണുന്നത് എന്നത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഒന്നാമതായി ചെയ്യേണ്ടത് ഈ വിഷയമാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥന എൻ്റെയും നിങ്ങളുടെയും മാതാപിതാക്കളുടെയും മനസ്സുകളിൽ നിന്ന് ഉയരട്ടെ. രണ്ടാമത്തത്, മക്കൾക്ക് ഏറ്റവും നല്ല മാതൃകയായി തീരുക എന്നതാണ് മക്കൾ നന്നാവാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്ന്. ഉലമാക്കൾ പറയാറുണ്ട്, അൽ അബ്നാഉ സിർറു അബീഹിം, മക്കൾ അവരുടെ മാതാപിതാക്കളുടെ രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും അവരുടെ വീട്ടിൽ എന്താണോ അതാണ് മക്കൾ. അതുകൊണ്ട് തന്നെ ഉപ്പയുടെയും ഉമ്മയുടെയും രഹസ്യം പ്രകടമാകും മക്കളിലൂടെ. അവർ നല്ലവരാണെങ്കിൽ അവർ നല്ല വാക്കുപയോഗിച്ചാൽ മക്കൾ നല്ല വാക്കുപയോഗിക്കും. അവർ നമസ്കരിക്കുന്നവരാണെങ്കിൽ മക്കൾ നമസ്കരിക്കും. അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണെങ്കിലും മക്കളും അങ്ങനെ ചെയ്യും. എന്നാൽ നേരെ തിരിച്ചാണെങ്കിൽ നേരെ ഓപ്പോസിറ്റായിരിക്കും മക്കളുടെ സ്വഭാവം. കാരണം അവർ കോപ്പി ചെയ്യുന്നത്, അവർ കാണുന്നത്, അവർ അനുകരിക്കുന്നത് അവരുടെ മാതാപിതാക്കളെയാണ്. അതുകൊണ്ടാണ് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പ്രത്യേകം പറഞ്ഞതെന്താണ്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമൻ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം എന്ന് പറഞ്ഞാൽ തഖ്വയുള്ള ആളുകൾക്ക് മാതൃകയായിരിക്കണം എൻ്റെ കുടുംബം എന്നാണ്. അല്ലാതെ മോശക്കാരായ ആളുകളെ വാർത്തെടുക്കുന്ന ഒരു പ്രദേശമായിരിക്കരുത് നമ്മുടെ വീടും പരിസരവും. മറിച്ച് നമ്മുടെ മക്കൾ നമ്മളെ കണ്ട് മുത്തഖീങ്ങൾക്ക് മാതൃകയായിരിക്കണം മാതാപിതാക്കൾ. അപ്പോൾ മക്കളും മുത്തഖീങ്ങളായി വളരും. അവരുടെ മക്കൾക്ക് അവരും അപ്പോൾ ഇമാമായി മാറും. അതാണ്, അവരുടെ മക്കൾക്ക് അപ്പോൾ അവരും ഇമാമായി മാറും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഏറ്റവും നല്ല മാതൃകയായിട്ടില്ലെങ്കിൽ മക്കൾ നന്നാവുകയില്ല. നാം മോശക്കാരായി തീരുകയും മക്കൾ നന്നാവുന്നില്ല എന്ന് പരിതപിക്കുകയും ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്.
എന്നാൽ അബവാഹു അവൻ്റെ മാതാപിതാക്കൾ യുഹവിദാനി വയുനസ്സിറാനി ഔ യുമജ്ജിസാനി, അവൻ്റെ മാതാപിതാക്കളാണ് പിന്നെ അവനെ യഹൂദിയോ ക്രൈസ്തവനോ മജൂസിയോ ഒക്കെ ആക്കി മാറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും ഏത് ആദർശത്തിലാണോ ആ ആദർശത്തിലാണ് പിന്നീട് മക്കൾ വളരുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഉദാഹരണം പറഞ്ഞു, കമാ തുൻതജുൽ ബഹീമത്തു ബഹീമതൻ ജംആ ഹൽ തുഹിസ്സൂന ഫീഹാ മിൻ ജദ്ആ. പൂർണ്ണതയിലുള്ള ഒരു മൃഗം ജന്മം നൽകുന്ന മക്കളും ആ അമ്മയെപ്പോലെ തന്നെയായിരിക്കും. ഒട്ടകത്തിൻ്റെ കുട്ടി ഒട്ടകത്തെപ്പോലെ, കുതിരയുടെ കുട്ടി കുതിരയെപ്പോലെ. പൂർണ്ണമാണെങ്കിൽ പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടിയാണ് ആ കുട്ടിയും ഉണ്ടാവുക. അതിൽ അംഗവൈകല്യമുള്ള വല്ലവരെയും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതേപോലെ ശുദ്ധപ്രകൃതിയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞ് അതെല്ലാ അർത്ഥത്തിലും നല്ല ഫിത്രത്തിലാണ്. പിന്നീട് മാതാപിതാക്കളാണ് ആ കുട്ടിയെ മോശക്കാരനാക്കി തീർക്കുന്നത് എന്ന വളരെ വലിയ ഒരു പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഏറ്റവും നല്ല മാതൃകയായിരിക്കണം. നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട് എന്നും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മൾ പാലിക്കുന്നുണ്ട് എന്നും മക്കൾക്ക് തോന്നുമ്പോൾ മാത്രമാണ് അവരും ആ രൂപത്തിൽ വളരുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തത്, മക്കൾക്ക് ശക്തമായ തർബിയത്ത് നൽകണം. ആ തർബിയത്തിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുകയും വേണം. കാരണം സഹനവും ക്ഷമയും ത്യാഗവും ആവശ്യമുള്ള ഒരു മേഖലയാണത്. അത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു കാര്യമല്ല എന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വാഹയിലെ 132 ആയത്തിൽ പറയുന്നത്, വഅ്മുർ അഹ്ലക ബിസ്സലാഹ്, കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, ക്ഷമയോടുകൂടി അതിൽ ഉറച്ചു നിൽക്കണം. അതിന് 2 തഫ്സീറുണ്ട്. ഒന്നാമത്തെ തഫ്സീർ, നീയും നമസ്കരിക്കുന്നവനാവണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. രണ്ടാമത്തെ തഫ്സീർ, മക്കളോടുള്ള ഈ കൽപ്പനയിൽ ക്ഷമയോടുകൂടി നീ നിലകൊള്ളണം. ഒറ്റ ദിവസം കൊണ്ട് മക്കൾ മാറണമെന്നില്ല, മറിച്ച് അതിൽ ക്ഷമ വേണം, ഇസ്തിമറാറ് വേണം. ഏതുവരെ? ഉമ്മയും വാപ്പയും മരിക്കുന്നത് വരെ. അതാണ് അതിൻ്റെ ബൗണ്ടറി. അതിൻ്റെ ബൗണ്ടറി എന്ന് വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീൻ വരുന്നത് വരെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. ആ ഇബാദത്തിൻ്റെ ഭാഗമാണ് അംറുൻ ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. അപ്പോൾ അത് അവസാനിക്കുന്നത് നമ്മുടെ മരണത്തോടു കൂടിയായിരിക്കണം. അതല്ലാതെ ഒരു പരിധി കഴിഞ്ഞ് അത് നമ്മൾ നിർത്തിക്കളയാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ, കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന ആയത്തിന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നൽകിയിട്ടുള്ള വ്യാഖ്യാനം, അല്ലിമൂഹും വഅദ്ദിബൂഹും, അവർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ മക്കൾക്ക് കൃത്യമായ ഇൽമു പകർന്നു കൊടുക്കുക, മര്യാദകൾ പറഞ്ഞു കൊടുക്കുക, അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് അവരെ ബോധവാന്മാരാക്കുക. അങ്ങനെ ക്ഷമ അവലംബിച്ചുകൊണ്ടായിരിക്കണം ഈ വിഷയത്തിൽ നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് എപ്പോഴും തർബിയത്തിൽ നിന്ന്, കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് ഒരിക്കലും നമ്മൾ പിറകോട്ട് പോകുവാൻ പാടില്ലാത്തതാണ്. നാലാമത്തത്, കുട്ടികൾക്ക് ഇൽമിയായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിർലോഭം അവർക്ക് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലും അന്നുണ്ടായിരുന്ന മതപഠന സംരംഭങ്ങളെന്ന് പറഞ്ഞാൽ മസ്ജിദുകളിലുള്ള ദർസുകളാണ്. ഖുർആൻ ഹിഫ്ളിൻ്റെ, അതേപോലെ തന്നെ ഹദീസ്, ഫിഖ്ഹ്. ഉമ്മയും ഉപ്പയും ഒക്കെ മക്കളെ അത്തരം ദർസുകളിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി മത്സരിച്ചിരുന്നു. കുട്ടികൾ ഹാഫിളുകളാവട്ടെ, ഫിഖ്ഹിൽ അറിവുള്ളവരാകട്ടെ, അതേപോലെ തന്നെ ഭാഷ അറിയട്ടെ, അവർക്ക് തഫ്സീർ മനസ്സിലാക്കട്ടെ. അങ്ങനെ വലിയ വലിയ ഉസ്താക്കന്മാരുടെ അടുത്ത് മക്കളെ കൊണ്ടുപോകുമായിരുന്നു. ദൂരനാടുകളിൽ വരെ കൊണ്ടുപോയി ചേർക്കുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ആ വേർപാട് പക്ഷേ നാളെ ഇൻഷാ അല്ലാഹ് ഒരിക്കലും മരണമില്ലാത്ത സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയായി നമ്മൾ കണ്ടാൽ മതി. വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ. വിശ്വസിക്കുകയും ആ ഈമാനിൽ മാതാപിതാക്കളെ പിന്തുടർന്ന് മക്കളും വളർന്നു വന്നാൽ സ്വർഗ്ഗലോകത്ത് അള്ളാഹു അവരെ ഒരുമിപ്പിക്കുമെന്നാണ്. ഭൂമിയിൽ ഒരുമിച്ചൊരു വീട്ടിൽ താമസിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു തരും. അപ്പോൾ ഇവിടെ ഒരല്പം വേർപാടുണ്ടായാൽ പോലും അത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയും അവർക്ക് ദീനീ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയുമാണെങ്കിൽ അത് വളരെ ഹൈറാണ്. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് വഴികൾ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട് ആധുനിക മാധ്യമങ്ങളിലൂടെ. അതുകൊണ്ട് ഒരുപാട് ഷർറുമുണ്ട്, തത്തുല്യമായതോ അതിനേക്കാൾ കൂടുതലോ ഹൈറുമുണ്ട്. അൽഹംദുലില്ലാഹ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തിലും ഹൈറും വെച്ചിട്ടുണ്ട്, ഷർറും വെച്ചിട്ടുണ്ട്. ഇത് രണ്ടിലേതിനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ആപ്ലിക്കേഷനുകൾ, അതിലൂടെ ഖുർആൻ പഠിക്കാൻ അവസരങ്ങളുണ്ട്, ഹദീസുകൾ മനസ്സിലാക്കാൻ അവസരങ്ങളുണ്ട്, ഒരുപാട് ദുറൂസുകൾ കേൾക്കാൻ അവസരമുണ്ട്, തജ്വീദ് പഠിക്കാൻ അവസരമുണ്ട്. ഇനി ദൂരദിക്കുകളിലോ ഹോസ്റ്റലുകളിലോ ഒന്നും പോയി ചേർക്കാൻ ഒരാൾക്ക് പറ്റൂല എന്ന് വിചാരിക്കുക. അവർക്ക് പോലും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ വളരെ നല്ല പണ്ഡിതന്മാർ, ഉസ്താക്കന്മാർ, നല്ല നിലക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകളുടെ ഒരുപാട് ദർസുകൾ, മുഹാളറാത്തുകൾ, ഹിഫ്ള് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഓൺലൈനിലൂടെയുണ്ട്. അതിലൊക്കെ മക്കൾക്ക് അങ്ങനെയുള്ള ഹൈറാത്തുകൾക്കൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുക. അതിനുവേണ്ടി നമുക്ക് അവർക്ക് മൊബൈൽ കൊടുക്കാം, ടാബ് കൊടുക്കാം, എല്ലാം കൊടുക്കാം. എന്ത്? ദീന് പഠിക്കാൻ വേണ്ടി. അതുകൊണ്ട് നന്മയുടെ വസായിലുകൾ അത് ധാരാളമായി കുട്ടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുക. അതിന് പണം ചെലവഴിക്കുന്നത് ഇൻഷാ അള്ളാഹ് പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന പുണ്യപ്രവൃത്തിയായിരിക്കും. അഞ്ചാമത്തത്, ഈ പറയപ്പെട്ട മാർഗങ്ങളിലൂടെയും അല്ലാതെയും മക്കളിലേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ഫസാദുകളെയും ഹലാക്കുകളെയും ഒരു ഭരണാധികാരിയുടെ ചങ്കൂറ്റത്തോടു കൂടി തടയുക. അവിടെ നമ്മൾ ദുർബലരായി പോകാൻ പാടില്ല. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദി. വെറുക്കപ്പെട്ടത് കണ്ടാൽ കൈകൊണ്ട് തടയണം. ആരാണ് കൈകൊണ്ട് തടയേണ്ടത്? ഒരു രാജ്യത്താണെങ്കിൽ ഭരണാധികാരി, ഒരു വീട്ടിലാണെങ്കിൽ ആ വീട്ടിലെ ഉപ്പ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, സഹോദരനാണെങ്കിൽ സഹോദരൻ, ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറാണെങ്കിൽ അങ്ങനെ, പ്രിൻസിപ്പളാണെങ്കിൽ അങ്ങനെ. ആർക്കാണോ അള്ളാഹു ഈ ദുനിയാവിൽ ആ നിലക്കുള്ള സ്ഥാനം നൽകിയത് ആ സ്ഥാനത്തിൻ്റെ പവർ അവർ ഉപയോഗപ്പെടുത്തണം. മക്കൾ രാജാക്കന്മാരും മാതാപിതാക്കൾ പ്രജകളുമായാൽ ആ വീട്ടിൽ ഖൈറുണ്ടാവുകയില്ല. മറിച്ച് മാതാപിതാക്കൾ കുല്ലുക്കും റാഇൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ് മക്കളുടെ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ അവർ ഹറാമിലേക്ക് പോകുന്ന വഴികളെയെല്ലാം തടയണം. നേരത്തെ സൂചിപ്പിച്ച മാധ്യമങ്ങൾ ഒരുപാട് ഹറാമുകളുടെയും ലോകമാണ്. അവിടേക്ക് അവർ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. മോശമായ കൂട്ടുകെട്ടുകൾ അവർക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. മോശമായ രീതികളും സമീപനങ്ങളും നടപടിക്രമങ്ങളും അവർ മറ്റുള്ളവരിൽ നിന്ന് പകർത്തുന്നില്ല എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ അവരുടെ ഇഹവും പരവും നഷ്ടപ്പെടുത്തുന്ന എന്തെല്ലാം പ്രവണതകളിലേക്ക് അവർ പോകുന്നുണ്ടോ അതിനെ സംബന്ധിച്ചെല്ലാം ജാഗരൂകരായിരിക്കണം, ജാഗ്രത കാണിക്കണം. എന്തിനാണത്? അവരുടെ ഖൈറിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന്, സിനിമകൾ, മറ്റു തോന്നിവാസങ്ങൾ, മദ്യപാനം, ചീത്ത കൂട്ടുകെട്ട്, വൃത്തികേടുകൾ എല്ലാറ്റിൽ നിന്നും അവരെ തടയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. സത്യവിശ്വാസികളെ, പിശാച് ഇട്ടുതരുന്ന ചില വഴികളുണ്ട്. ആ വഴികളുടെ പിന്നാലെ നിങ്ങൾ പോവരുത്. അങ്ങനെ പോയാൽ, അങ്ങനെ പോവാൻ അനുവദിച്ചാൽ പിന്നീട് ഫവാഹിഷുകളും മുൻകറാത്തുകളും മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ വഴികളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മക്കളെ കൈപിടിച്ചു മാറ്റി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമവും അധ്വാനവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ആറാമത്തത്, ഏറ്റവും സാലിഹീങ്ങളായ സംഘങ്ങളുടെ കൂടെ അവരെ ചേർക്കണം. ഏറ്റവും സാലിഹീങ്ങളായ സംഘങ്ങളുടെ കൂടെ അവരെ ചേർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും സത്യസന്ധരായ ആളുകളുടെ കൂടെ കൂടുകയും ചെയ്യണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ ജലീസി സ്വാലിഹി വസ്സൗ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ ഫഹാമിലുൽ മിസ്ക് ഇമ്മാ അൻ യുഹ്ദിയക് وإما أن تبتاع منه وإما أن تجد منه ريحا طيبة ونافخ الكير إما أن يحرق ثيابك وإما أن تجد ريحا خبيثة. ഒരു നല്ല കൂട്ടുകാരൻ്റെ ഉപമ ഒരു അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ്. അവൻ്റെ കൂടെ നീ കൂടിയാൽ ഒന്നുകിൽ അവൻ നിനക്ക് ഫ്രീ ആയിട്ട് നിൻ്റെ ശരീരത്തിൽ അത് പുരട്ടിത്തരും, അല്ലെങ്കിൽ നിനക്ക് പണം കൊടുത്ത് അവനിൽ നിന്ന് വാങ്ങാം. ഇനി ഇത് രണ്ടും സംഭവിച്ചിട്ടില്ലെങ്കിലും അവൻ്റെ അടുത്ത് നിന്നാൽ പോലും നല്ല ഗന്ധമേ ഉണ്ടാവുള്ളൂ, മോശമായ ഗന്ധമുണ്ടാവുകയില്ല. എന്നാൽ ഇരുമ്പും അതേപോലെയുള്ള ലോഹങ്ങളും അതിനെ കടഞ്ഞെടുക്കുന്ന, അതിനെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നിന്നാലോ നിങ്ങൾക്ക് ദുർഗന്ധമുണ്ടാകും. അതേപോലെ തന്നെ അതിൽ നിന്ന് തെറിക്കുന്ന തീപ്പൊരികൾ നിങ്ങളുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ പാടുകളുണ്ടാക്കും, നിങ്ങൾക്ക് പ്രയാസമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെയാണ് നല്ല കൂട്ടുകാരെന്നാണ്. നല്ല കൂട്ടുകാരിൽ നിന്ന് നന്മയെ ഉണ്ടാകും. അതുകൊണ്ട് മക്കൾ ആരുടെ കൂടെ കൂടുന്നു എന്നത് പ്രധാനമാണ്. പ്രത്യേകിച്ചും ദീനിൻ്റെ വിഷയത്തിൽ
ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലി, ഒരു വ്യക്തി തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. ഫൽയൻളുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ആരാണ് കൂട്ടുകാർ എന്നുള്ളത് നാം സ്വയം ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകാരാരാണ്? അതേപോലെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുടെ കൂട്ടുകാർ ആരാണ്. അവരിലൂടെ നമ്മുടെ മക്കൾക്ക് ഇന്നലെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഖൈറാണോ ഷർറാണോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് കൂട്ടായ്മകൾ നമ്മുടെ നാടുകളിലുണ്ട്. അതിൽ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ശരിയായ മനഹജിലേക്ക് ക്ഷണിക്കുന്ന നല്ല നല്ല പ്രസ്ഥാനങ്ങളും കൂട്ടായ്മകളുമുണ്ട്. അതിൽ അവരെ ചേർക്കുക, അതിൻ്റെ പ്രോഗ്രാമുകളിൽ അവരെ കൊണ്ടുപോവുക, അതിലുള്ള പണ്ഡിതന്മാരുമായി അവരെ പരിചയപ്പെടുത്തുക, അവരുടെ ദുറൂസുകളിലൊക്കെ അവരെ പങ്കെടുപ്പിക്കുക. അതിലൂടെയേ നന്മയുണ്ടാവുകയുള്ളൂ. നല്ലവരുടെ കൂടെ കൂടാൻ പ്രേരിപ്പിക്കണം, മോശമായ ആളുകളുടെ കൂടെ കൂടാനല്ല പ്രേരിപ്പിക്കേണ്ടത്. അങ്ങനെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്ത് കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കൾ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ തടയുക എന്നുള്ളത് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഗുണകാംക്ഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏഴാമത്തത്, ഇതിനെ കേവലമായ ഒരു വിഷയമായി കാണാതെ അതുല്യമായ ഒരു മസ്ഊലിയത്തായി, ഒരു ഉത്തരവാദിത്തമായി കാണണമെന്നാണ്. 2 ഹദീസുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് അദ്ദേഹം കേട്ടു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി, നിങ്ങളെല്ലാവരും റായികളാണ്. റായി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമേൽപ്പിക്കപ്പെട്ടവർ. നിങ്ങളുടെ കീഴിലുള്ളവരെ സംബന്ധിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. അതിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വറജുലു റാഇൻ ഫീ അഹ്ലിഹി വഹുവ മസ്ഊലുൻ അൻ റഇയ്യതിഹി വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഇയ്യതിഹാ. ഒരു പുരുഷനോട്, ഒരു ഭർത്താവിനോട്, ഒരു ഉപ്പയോട് ആ വീട്ടിലുള്ള ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും അള്ളാഹു ഖിയാമത്ത് നാളിൽ ചോദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊരു ചെറിയ വിഷയമല്ല. നാളെ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ, ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ഉത്തരം നൽകേണ്ട വിഷയമാണ്. മക്കളെ എങ്ങനെ വളർത്തി, അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്തു എന്ന ചോദ്യം നിശ്ചയമായും ഉണ്ടാകും. മറ്റൊരു ഹദീസിലുള്ളത് ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മസ്തറഅ, ഓരോ റാഇയോടും, ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരോടും ഏൽപ്പിക്കപ്പെട്ട വിഷയത്തെക്കുറിച്ച് അല്ലാഹു ഖിയാമത്ത് നാളിൽ ചോദിക്കും, അഹഫിള ദാലിക അം ദയ്യഅ, ആ അമാനത്ത് കാത്തു സൂക്ഷിച്ചോ അതല്ല നഷ്ടപ്പെടുത്തിയോ, വീഴ്ച വരുത്തിയോ, അമാനത്തിൽ വീഴ്ച വരുത്തിയോ എന്ന് ചോദിക്കും. ഹത്താ യുസ്അല റജുലു അലാ അഹ്ലി ബൈതിഹി, ഒരു വ്യക്തിയോട് തൻ്റെ വീട്ടിലുള്ള ആളുകളെക്കുറിച്ച് അള്ളാഹു മഹ്ശറിൽ ചോദിക്കുമെന്നാണ്. അതിൽ വീഴ്ച വരുത്തിയോ എന്ന് അള്ളാഹു പരിശോധിക്കുമെന്നാണ്. അതിൽ വീഴ്ച വന്നാൽ, നമ്മൾ കാരണം നമ്മളുടെ മക്കൾ നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ അതിന് വളരെ വലിയ വില പരലോകത്ത് നൽകേണ്ടി വരും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ നമുക്ക് റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ രക്ഷപ്പെടുക സാധ്യമല്ല എന്നാണ് ഈ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കേവലം എല്ലാവരും, നമുക്കറിയാം നല്ല മക്കളെ വാർത്തെടുക്കണമെന്ന വിഷയത്തിൽ അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല ദർസെടുക്കുന്നത്. ആ മുസ്ലിമീങ്ങളും ചിലപ്പോൾ ദർസെടുത്തേക്കാം, എല്ലാവരും ദർസെടുത്തേക്കാം. പക്ഷേ നമ്മൾ ദർസെടുക്കുമ്പോൾ അതിന് വേറൊരു മാനയുണ്ട്. കാരണം ഈ ലോകമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം പരലോകമാണ്. അവിടെ വളരെ വലിയൊരു ചോദ്യമുണ്ട്. ഈ ഒരു രംഗം കൂടി മുന്നിൽ കാണാൻ വിശ്വാസികളായ നമുക്കേ സാധിക്കുകയുള്ളൂ. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം നമ്മൾ മക്കളെ വളർത്തേണ്ടത്. 8ാമത്തെ വിഷയം, പൂർവികരായ ആളുകളുടെ ചരിത്രം പഠിച്ച് മനസ്സിലാക്കി അവരെങ്ങനെയാണ് മക്കളെ വളർത്തിയത്, അവർ മക്കളുടെ കാര്യത്തിൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് ഒട്ടനവധി പ്രവാചകന്മാർ അവരുടെ മക്കൾ, അവരുടെ കഥകളൊക്കെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സൂറത്ത് യൂസുഫിലെ തന്നെ 111-ാമത്തെ ആയത്തിൽ സുദീർഘമായ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളെ ഈ ചരിത്രങ്ങളിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. ചരിത്രം ഖസസ്, കഥകളിൽ അവിടെ ഗുണപാഠങ്ങളുണ്ട്. അമ്പിയാക്കളുടെ ചരിത്രം, സാലിഹീങ്ങളുടെ ചരിത്രം, അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സൂറത്ത് ഹൂദിലെ 120 അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, പൂർവ്വ പ്രവാചകന്മാരുടെ ചരിത്രം താങ്കൾക്ക് നാം പറഞ്ഞു തരുന്നത് താങ്കളുടെ ഹൃദയത്തിന് സ്ഥൈര്യമുണ്ടാകാനാണ്. ഏറ്റവും സ്ഥൈര്യമുള്ള പ്രവാചകൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ദറജയിൽ താഴെയുള്ള പ്രവാചകന്മാരുടെ സാലിഹീങ്ങളുടെ ചരിത്രം എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്തത്? കാരണം ചരിത്രത്തിലൂടെ, കഥകളിലൂടെ, സ്വാലിഹ്യങ്ങളുടെ ചരിത്രത്തിലൂടെ എമ്പാടും ഗുണപാഠങ്ങൾ ലഭിക്കും. അത് വിജ്ഞാനത്തിൻ്റെ മേൽ വിജ്ഞാനം വർദ്ധിക്കാൻ അത് കാരണമായി തീരും. അത് നമ്മുടെ മനസ്സിന് തസ്ബീത്ത് നൽകും. അതുകൊണ്ട് നല്ല നല്ല ചരിത്രങ്ങൾ, സ്വഹാബികളുടെ ചരിത്രം, താബീങ്ങളുടെ ചരിത്രം, ഈ ഉമ്മത്തിലെ മഹാഫുഖഹാക്കളുടെ ചരിത്രം നിങ്ങൾക്കറിയാമോ? നമ്മൾ എപ്പോഴും ബുഖാരി, മുസ്ലിം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് മുഹദ്ദിസീങ്ങളുടെ പേര് പറയും, ഒരുപാട് ഫുഖഹാക്കളുടെ പേര് പറയും. ഇമാം ഷാഫിഈ, ഇമാം മാലിക്, അവരൊക്കെ എങ്ങനെ പണ്ഡിതന്മാരായി എന്ന് ചോദിച്ചാൽ ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ കൈകൾ നമുക്കവിടെ കാണാൻ കഴിയും. ചരിത്രം പരിശോധിച്ചോളൂ. അവരെയൊക്കെ മഹാന്മാരാക്കിയത് അവരുടെ മാതാപിതാക്കളാണ്, അവരുടെ പരിശ്രമമാണ്, അവരുടെ പ്രാർത്ഥനയാണ്, അവരുടെ തൻ്റേടമാണ്, അവരുടെ ക്ഷമയാണ്, അവരുടെ സഹനമാണ്, അവരുടെ സുഹൃദാണ്, അവരുടെ വറആണ്. മക്കൾക്ക് വേണ്ടി എല്ലാം ഒഴിഞ്ഞു വെച്ച് ജീവിച്ച മാതാപിതാക്കൾ. എന്നാൽ നാം സുഖിയന്മാരായിപ്പോയി, നമുക്കതിനൊന്നും നേരമില്ല, നമുക്കതൊട്ട് സാധിക്കുന്നുമില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യമാണ്. 9ാമത്തെ വിഷയം, നിരാശ പാടില്ല. നിരാശപ്പെടാൻ പാടില്ല. മറിച്ച് നിരന്തരമായി ഹിക്മത്ത് ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഇത് ഏറ്റവും ആദ്യം പ്രയോഗിക്കേണ്ടത് വീടുകളിലാണ്. ശ്രദ്ധിക്കുക. ദഅവാ രംഗത്ത് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുക. അത് മക്കളെയാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരെയാണെങ്കിലും ആദ്യം വേണ്ടത് ബിൽ ഹിക്മത്താണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആരോടാണോ വിഷയം പറയുന്നത് ആ വ്യക്തി ഞാൻ പറയുന്നത് അനുസരിക്കുന്നവനായി തീരണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കുകയും ഞാൻ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കുകയും ആ നിലക്ക് അവനെ എല്ലാ അർത്ഥത്തിലും അവൻ അബദ്ധക്കാരനാണ് എന്ന് സ്ഥാപിച്ച് വിജയിക്കുക എന്നുള്ളതല്ല ദഅവത്തിൻ്റെ ലക്ഷ്യം. മറിച്ച് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യം അത് ഖുർആനിലുള്ളതാണ്, ഹദീസിലുള്ളത്, ദീനിലുള്ളതാണ്. ഇതെൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അവനെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കലും അതേപോലെ തന്നെ വലിയ തർക്കങ്ങളില്ലാതെ അവൻ ആ വിഷയം സ്വീകരിക്കാനും എന്താണ് അവനോട് ഞാൻ കാണിക്കേണ്ടത്, ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോട് ഒരു ഹിക്മത്തായിരിക്കും, 10 വയസ്സുള്ള കുട്ടിയോട് മറ്റൊരു ഹിക്മത്തായിരിക്കും, അതിനേക്കാൾ മുതിർന്ന ആളോട് വേറൊരു ഹിക്മത്തായിരിക്കും. ഈ ഹിക്മത്ത് ഉപയോഗിച്ചാൽ ഒരുപാട് ഫൈറ്റ് ഒഴിവാക്കാൻ പറ്റും. പലപ്പോഴും വീടുകളിലെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ അടിയും പിടിയുമാണ്. നമ്മളടക്കമുള്ള മാതാപിതാക്കളും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള ഒരു ഫൈറ്റാണ് യഥാർത്ഥത്തിൽ വീടുകളിൽ കാണുന്നത്. കാരണം എന്താണ്? ഇതിൽ പറഞ്ഞ 3ാമത്തതാണ് ആദ്യം എടുക്കുന്നത്, വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ആ 3ാമത്തതിൽ തന്നെ ഹിയ അഹ്സൻ ഇല്ല, ജിദാലു മാത്രമേ ഉള്ളൂ, തർക്കമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറയുന്നത് ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഹിക്മത്ത് ഉപയോഗിക്കണം. 40ഉം 50ഉം വയസ്സുള്ള ആളുകളോട് പറയുന്ന അതേ ശൈലി പൂ പോലെ ഹൃദയമുള്ള മക്കളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവരോട് പറയേണ്ട ശൈലിയിൽ ഹിക്മത്ത് ഉപയോഗിച്ച് പറയണം. 2ാമത്തത് വൽ മൗഇളത്തുൽ ഹസന, നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. കാരണം മൗഇളത്തുൻ ഹസന, നല്ല ഉപദേശം. ഉപദേശം തന്നെ ചിലപ്പോൾ ചീത്ത പറഞ്ഞുകൊണ്ടുമാവാം, നല്ല രൂപത്തിലുമാകാം. അപ്പോൾ മൗഇളത്ത് ഹസനത്തില്ലെങ്കിൽ അതിന് മൗഇളത്ത് എന്ന് തന്നെ പറയൂല എന്നുള്ളതാണ്. വഅള്, ഉപദേശത്തിൽ എല്ലാ നന്മകളും ഉൾച്ചേർന്നിരിക്കണം. ആരോട് പോലും, ഫിർഔനിനോട് പോലും എങ്ങനെ നടത്താനാണ് പറഞ്ഞത്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫിർഔനിനോട് ഏറ്റവും സൗമ്യമായ വാക്കുകൾ പറയണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫിർഔൻ ചിന്തിച്ചേക്കാം, അല്ലെങ്കിൽ ഭയപ്പെട്ടേക്കാം. ഫിർഔനിന് പോലും മാറ്റമുണ്ടാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കണം. കാരണം ചിന്തിക്കാനും ഭയപ്പെടാനും ഖൗലുൽ ലയ്യിനെ ഉപകാരപ്പെടുള്ളൂ, അല്ലാത്തത് പറ്റൂല. 3ാമതാണ് പറഞ്ഞത് വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നല്ല രൂപത്തിൽ വേണമെങ്കിൽ കാര്യങ്ങളെ ജിദാല് ചെയ്യാം. മുതിർന്ന മക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് അവരോട് സംവദിക്കാം, കാര്യകാരണ സഹിതം സംവദിക്കാം. പക്ഷേ ആ സംവാദം പോലും എങ്ങനെയായിരിക്കണം? ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം. ഏതുവരെ നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ദഅവത്ത് നടത്തി. അദ്ദേഹത്തിന് മക്കളുണ്ടായി.
ആ മക്കൾക്കും ഏകദേശം ആ ഒരു ആയുസ് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ആയുസ്. അദ്ദേഹം മകനെ ഉപദേശിച്ചു എത്ര കാലം ഉപദേശിച്ചിട്ടുണ്ടാകും? എന്നിട്ട് അദ്ദേഹം നിർത്തിക്കളഞ്ഞില്ല. ഒരിക്കലും നിരാശ ഉണ്ടായില്ല. ആ അവസാന പ്രളയത്തിൽ മകൻ മുങ്ങുന്ന സന്ദർഭത്തിൽ പോലും വഹിയ തജ്രീബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ വനാദാ നൂഹു ഇബ്നഹു വകാന ഫീ മഅ്സിലി യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. പ്രളയം വന്ന് മകൻ വെള്ളത്തിൽ മുങ്ങുകയാണ്. അപ്പോഴും വിളിക്കുകയാണ്, പൊന്നുമോനെ, യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. മോനെ, നീ കാഫറുകളിൽ ഉൾപ്പെടല്ലേ മോനെ, ഈ കപ്പലിൽ കയറ്, ഞങ്ങളുടെ കൂടെ വാ. നോക്കൂ, അവസാന നിമിഷത്തിലും വിളിക്കുകയാണ്, ആശയറ്റു പോകാതെ. പക്ഷെ ആ മകൻ വീണ്ടും പറയാ ധിക്കാരമാണ്. ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. ഞാൻ ഏതെങ്കിലും പർവ്വതത്തിൽ കയറി രക്ഷപ്പെട്ടോളും. ഉപ്പ പറഞ്ഞു, ഇല്ല മോനെ, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ ഇല്ലാ മൻ റഹിം. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചവർക്കല്ലാതെ എന്ന് രക്ഷപ്പെടാൻ പറ്റൂല മോനെ, അതുകൊണ്ട് നീ കയറണം. എന്നിട്ടോ അപ്പോഴും ഉപ്പയെ ധിക്കരിച്ചു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും വാപ്പ പറഞ്ഞത് കേൾക്കാതെ ആ കുഞ്ഞ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു. എന്നാൽ ഖലാസ് കഴിഞ്ഞു എന്ന് വിചാരിച്ചു. ഇല്ല. വനാദാ നൂഹു റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ഇബ്നി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാക്കിമീൻ. അല്ലാഹുവേ, എൻ്റെ മകൻ അവൻ എന്നിൽപ്പെട്ടവനാണ് റബ്ബേ, എൻ്റെ അഹ്ലുകാരെ രക്ഷിക്കാമെന്ന് നീ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് എൻ്റെ മകനെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പിന്നീട് അള്ളാഹുവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു നോക്കുകയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിൻ്റെ കുടുംബത്തിൽപ്പെട്ടതല്ല, അവൻ സത്യനിഷേധിയായി മരണപ്പെട്ടിരിക്കും. എന്നാലും നിങ്ങൾ നോക്കൂ, ആ ഉപ്പയുടെ പ്രാർത്ഥന എത്ര കാലം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്നൊന്നും മാതൃക ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം എല്ലാം ഒരു പരാജയമായി തീരും. അഖീറൻ, അവസാനമായി 10ാമത്തെ കാര്യമായി പറയാനുള്ളത്, നാം പല വിഷയങ്ങളും ഉപദേശിക്കുന്നു, പലതും നമുക്ക് പറയാം. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരത്തിൻ്റെ വിഷയമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 7 വയസ്സായാൽ പറഞ്ഞു തുടങ്ങുക, കൽപ്പിക്കുക. 10 വയസ്സായിട്ടും നമസ്കരിക്കുന്നില്ലെങ്കിൽ അടിച്ചുകൊണ്ടെങ്കിൽ, ഇത് വേറൊരു വിഷയത്തിലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമസ്കാരത്തിൻ്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറിയാൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഉറങ്ങിയായിരിക്കും, പക്ഷേ നമസ്കരിച്ചായിരിക്കും ഉറങ്ങുന്നത്. എന്നാലും അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കും, അസല്ലൽ ഗുലാം, മോൻ നിസ്കരിച്ചിട്ടാണോ ഉറങ്ങുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു. കുട്ടി നമസ്കരിച്ചോ എന്ന് വാപ്പ ഉറപ്പുവരുത്തണം. മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ വകാന ഇൻദ റബ്ബിഹി മർദിയ്യ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വളരെ വലിയൊരു ഫളലായി അള്ളാഹു എടുത്തു പറഞ്ഞത് വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാഹ്. അദ്ദേഹം തൻ്റെ കുടുംബത്തോട് നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും പ്രത്യേകം കൽപ്പിക്കുമായിരുന്നു. കാരണം അവർ രണ്ടും കൂട്ടുകാരാണ്, നമസ്കാരവും സക്കാത്തും. വഅ്മുർ അഹ്ലക ബിസ്സലാഹ്, ഖുർആനിൽ കുടുംബത്തോട് കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞിടത്ത് നമസ്കാരമാണ് പറയുന്നത്. വസ്തബിർ അലൈഹ, നിങ്ങളും നമസ്കാരത്തിൽ ഉറച്ചു നിൽക്കുക. കാരണം നമസ്കാരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൽ കൃത്യത പാലിക്കുന്ന ഒരു മകനാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു സലാഹിയത്ത് ഉണ്ടാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചവൃത്തികളിൽ നിന്നും വെറുക്കപ്പെട്ടതിൽ നിന്നും നമസ്കാരം ഒരു പരിധിവരെ മനുഷ്യനെ തടയും. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മക്കൾ ചിട്ടയുള്ളവരാണെങ്കിൽ ഇൻഷാ അള്ളാഹു ഒരുപാട് ഫിത്നകളിൽ നിന്ന് അവരെ സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വിഷയങ്ങളിലും ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ നമ്മൾ മറന്നു പോകരുത്. ഇപ്രകാരം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന കാരണങ്ങളാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, അള്ളാഹു എല്ലാറ്റിനും ഒരു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഖദറിനെ നമ്മൾ സമീപിച്ചാൽ ആ ഖദറിൻ്റെ ഫലവും അള്ളാഹു ഖദറാക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം വീഴ്ച വരുത്തരുത്. ഈ വിഷയങ്ങളിൽ മക്കളെ സാലിഹ്യങ്ങളാക്കി വളർത്താൻ വേണ്ടി പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.